വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഫ്ലാറ്റ് ഫുട്ട്. ഇപ്പോൾ വളരെ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ പലർക്കും നമ്മുടെ പരിചയത്തിൽ തന്നെ പലർക്കും കാണാം. ഫ്ലാറ്റ് ഫുട്ട് എന്താണ്? നമ്മുടെ കാലിൻ്റെ അടിവശത്ത് നോർമലി കാണേണ്ട ഒരു ആർച്ച്, ഒരു വളവ്, ഒരു റാ പോലെ ഇരിക്കുന്ന ഒരു സി ഷേപ്പിലുള്ള ഒരു കർവ് അതില്ല. അത് എന്തുകൊണ്ട് ഇല്ലാണ്ടാവണം? അത് ബൈ ബർത്ത് ഇല്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ ആസ് വി ഏജ് നമ്മുടെ അതിനെ പിടിച്ചു നിർത്തുന്ന, ഈ ആർച്ചിനെ പിടിച്ചു നിർത്തുന്ന മസിൽസ് വീക്കായാലും സംഭവിക്കുന്ന എക്വയർഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഫുട്ട് ഉണ്ട്. അങ്ങനെ പല റീസൺസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഫുട്ട് കൊണ്ട് ചില ആൾക്കാർക്ക് മാത്രമാണ് അവിടെ ഫ്ലാറ്റ് ഫുട്ട് വന്ന ഭാഗത്ത് പെയിൻ വരുള്ളൂ. ഉണ്ടാവാം ഒരു അബ്നോർമൽ പോസ്റ്ററിൽ നിൽക്കുന്നതിൻ്റെ, അബ്നോർമൽ പോസ്റ്ററിൽ ബോൺസ് റബ്ബ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ കാർട്ടിലേജിന് കേടുപാട് വരുന്നതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവാം. അതല്ലാതെ ഇത് ഉണ്ടാക്കുന്ന നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതാണ് ബാക്ക് പെയിൻ. നമ്മൾ ഈ ഫ്ലാറ്റ് ഫുട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ നടത്തത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഇൻവോളണ്ടറി ആയിട്ട് സംഭവിക്കും. നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ അത് അറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാലിൻ്റെ എല്ലുകളും അതേപോലെ ഇടുപ്പിൻ്റെ എല്ലിൻ്റെയും അലൈൻമെൻറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് നമ്മുടെ നട്ടെല്ല് വെച്ചിട്ടാണ്. ഓട്ടോമാറ്റിക്കലി ലോങ് ടേമിൽ നടുവേദന വരും. അപ്പോൾ നമ്മൾ നടുവേദനയ്ക്ക് മരുന്ന് കഴിക്കും, നടുവേദന കുറയും, പക്ഷേ വീണ്ടും വരും. കാരണം ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ള പോലെ ഇതിൻ്റെ മെയിൻ റീസൺ കാലുമലാണ് കിടക്കുന്നത്. അതേപോലെ റീസൺ എപ്പോഴും പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. സോ ഒരു പരിധി വരെ നമുക്ക് ആർച്ച് സപ്പോർട്ടുള്ള ഫുട് വെയർസും കാര്യങ്ങളും ഒരു പ്രോപ്പർ ഓർത്തോപെഡീഷ്യനെ കണ്ട് അത് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകും. ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതർവൈസ് നമ്മൾ നട്ടെല്ലിന് ചികിത്സിച്ചാലും നടുവേദനയ്ക്ക് ചികിത്സിച്ചാലും മെയിൻ റീസൺ കാലുമ കിടപ്പുണ്ട്. സോ ഓൾവേസ് അതും കൂടിയും ക്ലിയർ ചെയ്ത് വിടുക.